ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ലത് മാത്രം കഴിക്കും. മസ്ലീസ് ദി ട്രൂ ഐസ്ക്രീം. ഈ മാർഷൽ ആർട്സ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. റിയൽ ലൈഫിൽ ഇതിന്റെ യൂസ് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? 2 പ്രാവശ്യം. എന്തായിരുന്നു പറയാൻ പറ്റുന്ന? എതിരാളികൾ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. കുറെ കാലത്തിന് ശേഷം ആണ് ഇങ്ങനെ ഒരു സാധനം ഞാൻ അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഞാൻ എവിടെ ചെന്നാലും ഇവരൊക്കെ ഹാപ്പിയാണോ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം. ഫിലിമോട് ഹാപ്പിയാണോ? ഇതിന്റെ ഒരു ഓറ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് കാണാൻ പറ്റത്തില്ല, നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് അനുഭവിക്കാനേ പറ്റുള്ളൂ ഉള്ളിന്റെ ഉള്ളിൽ. തീർച്ചയായിട്ടും ഈ സിനിമ ചെയ്തപ്പോഴത്തേക്ക് ഏതൊരു ഓറ എന്തോ ബാബു ചേട്ടാ, ഈ ഓറാന്ന് പറഞ്ഞിട്ട് എന്തോ ബാധ കടന്ന് കറങ്ങുന്നുള്ളല്ലേ പറയുന്നത്. ഞാൻ കൊച്ചിരാജാവിനൊക്കെ സീരിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പല കാലങ്ങളിൽ പിന്നീട് ഹ്യൂമറായിട്ട് എതുക്കടാ ഇങ്ക വന്നേക്കെ പറഞ്ഞിട്ട് എങ്ക പാത്താലും നീന്നൊക്കെ അത് ജനങ്ങൾ ഏറ്റെടുത്തത് കോമഡിയാക്കി. ബിഹൈൻഡ് വുഡ്സിന്റെ എല്ലാ വ്യൂവേഴ്സും നമസ്കാരം. ഈ വരുന്ന സെപ്റ്റംബർ 13 റിലീസ് ചെയ്യുന്ന ബാഡ് ബോയ്സ് എന്ന് പറയുന്ന ഒമർ ലുലു ചിത്രത്തിന്റെ വിശേഷങ്ങളുമായിട്ട് സിനിമയിലുള്ള എല്ലാവരും നമ്മോടൊപ്പം ഇന്നിവിടെ വന്നിട്ടുണ്ട് എക്സ്ക്ലൂസീവായിട്ട്. സോ വെൽക്കം ടു ദി ഷോ. താങ്ക് യു. എനിക്ക് ഇതിനകത്ത് ആദ്യം പറയാനുള്ളത് റഹ്മാനിക്കാരുടെ അടുത്താണ്. കാരണം ഞാൻ അടക്കമുള്ള ഒരുപാട് മലയാളികൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു റഹ്മാനിക്കാട് ഇങ്ങനെ ഒരു കഥാപാത്രം, ഒരു പക്ക ആക്ഷൻ, ഒരു അടിപൊളി പടം. സോ അതിന് ട്രെയിലർ കണ്ടപ്പോൾ തന്നെ ഏകദേശം അതിന്റെ ഒരു ഊഹം നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്രത്തോളം എക്സൈറ്റഡ് ആണ് ഇക്ക ഈ ഒരു സിനിമയുടെ കാര്യത്തിൽ? ഒരുപാട് എക്സൈറ്റഡ് ആണ്. അല്ല, ഇതെങ്ങനെ ഒരു സിനിമയിലേക്ക് വന്നത് എങ്ങനെയാ? അതായത് ഇങ്ങനെ ഒരു കഥ ഇക്കടെ മനസ്സിലുണ്ടായിരുന്നു, ഒരു ഭയങ്കര ഒരു ആക്ഷൻ പടം ചെയ്യണോ എന്നുള്ളത്? ഇങ്ങനെ ഒരു മുണ്ടൊക്കെ മടക്കി കുത്തി പക്ക ഒരു ആക്ഷൻ പടം ചെയ്യണമെന്നുള്ള ആഗ്രഹം ഒരു ആക്ഷൻ എന്റെ ഒരു സ്വപ്നമാണ് ഇതുപോലുള്ള സിനിമയിൽ ചെയ്യാനും ഇങ്ങനെ വേഷങ്ങൾ ചെയ്യാനൊക്കെ ആഗ്രഹിച്ചിരുന്ന എല്ലാരും പോലെ ഞാനും ആഗ്രഹിച്ചിരുന്നതാണ്. എന്റെ ഒരു ഭാഗ്യമാണ് ഇങ്ങനൊരു സബ്ജക്റ്റ് എന്നെ തേടി വരികയും എനിക്ക് ധൈര്യം തന്ന ഒമർ ലുലു. കാരണം ഞാൻ കഥ കേട്ടു, ഒരുപാട് ചിരിച്ച്. പക്ഷെ പിന്നെ ഞാൻ ഒമറുടെ അടുത്ത് ചോദിച്ചു എന്നിൽ എന്ത് കണ്ടിട്ടാണ് ഇങ്ങനെ ഒരു സബ്ജക്ട് പ്ലാൻ ചെയ്തത്. പക്ഷെ പുള്ളിക്ക് എന്തോ ഒരു എന്നിൽ ഉണ്ടാവുന്ന ഒരു ചെറിയൊരു ഫാൻ മൂവ്മെന്റ് ആയിരിക്കാം, എന്തോന്നറിയില്ല. പക്ഷെ എന്നെ വെച്ചൊരു നല്ലൊരു ഇങ്ങനെ ഒരു സാധനം ചെയ്യണം എന്നുള്ള പുള്ളിക്ക് ഒരു അതിയായ ആഗ്രഹമുണ്ട് പുള്ളിക്ക്. ആൻഡ് ഇങ്ങനെയൊക്കെ എന്നെ കൺവിൻസ് ചെയ്ത് ആദ്യം പറ്റില്ല എന്ന് പറഞ്ഞു. പറ്റില്ല എന്ന് പറഞ്ഞില്ല, ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഒരു എന്നെ കുറിച്ച് തന്നെ ഒരു ചെറിയൊരു വിശ്വാസക്കുറവുണ്ടായിരുന്നു. എനിക്ക് എങ്ങനെ ഇത് പുൾ ഓഫ് ചെയ്യാൻ പറ്റും ഈ ഒരു ക്യാരക്ടറിന്. കാരണം ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന കഥാപാത്രങ്ങളൊക്കെ വളരെ സീരിയസും വളരെ അങ്ങനെയുള്ള ഒരു ക്യാരക്ടേഴ്സ് ആയിരുന്നു പോയിക്കൊണ്ടിരുന്നത്. എനിക്കൊരു കംഫർട്ടബിൾ സോൺ ആയിരുന്നു അത്. ഇത് കുറച്ച് ഡിഫറെന്റ് ആണ്. ഞാൻ ഈ ഒരു കുറെ കാലത്തിന് ശേഷം ആണ് ഇങ്ങനെ ഒരു സാധനം ഞാൻ അറ്റംപ്റ്റ് ചെയ്യുന്നത്. ബട്ട് ക്യാരക്ടർ മാത്രമല്ല, ഇങ്ങനൊരു സിനിമ, ഈ ഒരു ജോണർ, ഇങ്ങനൊരു ഫ്ലേവർ, ഇതൊക്കെ ഒരു എന്താ പറയാ ഭയങ്കര ഒരു സർപ്രൈസ് തന്നെയാണ്. എനിക്ക് ചാലഞ്ചിങ് എന്ന് പറയാം. പ്രൊഡക്ഷൻ സൈഡ് പറയുമ്പോൾ ഇപ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. പക്ഷെ ഒരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഒരുപാട് ടെൻഷനും അല്ലെങ്കിൽ ഒരുപാട് ആരെ പുറത്ത് കാണിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. സോ ഈ സിനിമയിൽ എങ്ങനെയായിരുന്നു ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? അല്ല, അതില് ഒരു ഫിനാൻഷ്യൽ സൈഡ് അദ്ദേഹം ഹസ്ബൻഡാണ് നോക്കിക്കൊണ്ടിരുന്നത്. അതൊന്നും ഞാൻ ബോധയുടെ ആയിരുന്നില്ല. എത്ര സ്പെൻഡ് ചെയ്യണം, എങ്ങനെ സ്പെൻഡ് ചെയ്യണം, അതെങ്ങനെ പൈസ ഉണ്ടാക്കുന്നു അല്ലെ എങ്ങനെ എത്തുന്നു, അതൊന്നും എൻ്റെ മാറ്റർ ഓഫ് കൺസേണേ അല്ലായിരുന്നു. പക്ഷെ ഞാൻ കൂടുതലും ആസ് ആൻ ആർട്ടിസ്റ്റും ഇതിൽ നിൽക്കുവാണ്. പിന്നെ പ്രൊഡ്യൂസർ സൈഡിൽ നിന്നുള്ള ഒരു പേഴ്സണായിട്ട് നിൽക്കുമ്പോൾ എൻ്റെ കൺസേൺ കൂടുതൽ ഇവരൊക്കെ ഹാപ്പിയാണോ, ഇവർക്കൊക്കെ എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ, കാരാവൻ ഉണ്ടോ, ഹാപ്പിയാണോ, എല്ലാം ഓക്കെ ആണോ, അങ്ങനെ ഞാൻ കുറച്ച് കൺസേൺഡ് ആവുന്ന ആളാണ്. അപ്പൊ എൻ്റെ വറീസ് സാക്ഷാൽ പ്രൊഡ്യൂസർ ഹസ്ബൻഡ് ആണേലും പുള്ളിക്കാരൻ സെറ്റിൽ 1-2 തവണ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഷീലു അമീറുമാണ് ഇതിനെ നമ്മുടെ പ്രൊഡക്ഷൻ നോക്കിക്കൊണ്ടിരുന്നത്, മേൽനോട്ടം. അപ്പം ഞാൻ എൻ്റെ ഇവരുടെയൊക്കെ മുഖം മാറുന്ന പോലെ ഞാൻ ശ്രദ്ധിക്കുമായിരുന്നു. ഇവരൊക്കെ ഒന്നാമത് ഭയങ്കര ചൂട്. അപ്പം ഞാൻ നോക്കുമ്പോൾ റഹ്മാനിക്കൊക്കെ ഇങ്ങനെ വേർത്ത് ഒഴുകുക ഇങ്ങനെ. പിന്നെ ബിബിന് ഒത്തിരി ബുദ്ധിമുട്ടുന്നു, കാല് വയ്യായി. അപ്പം ഞാൻ എപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കുന്ന ഒരാളാണ്. മേ ബി ഞാനൊരു നേഴ്സായിരുന്നു കൊണ്ടാവാം, എൻ്റെ ശ്രദ്ധകളൊക്കെ എപ്പോഴും അങ്ങനെ പോവും. അതെന്താണെന്നറിയില്ല. എൻ്റെ ഒരു പ്രശ്നം അത് തന്നെയായിരുന്നു. ഞാൻ എവിടെ ചെന്നാലും ഇവരൊക്കെ ഹാപ്പിയാണോ അങ്ങനെയൊക്കെയുള്ള ഒരു പ്രശ്നം. ഫിലിമോട് ഹാപ്പിയാണോ? എന്തായാലും എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. ഈ ഒരു നിമിഷം വരെ എല്ലാവരും ഭയങ്കര ഹാപ്പിയാണ്. എല്ലാവർക്കും പൈസ കിട്ടി, അല്ല സന്തോഷം. അങ്ങനെ
ഉണ്ടോ? ഇല്ല ഇല്ല ആ എനിക്കില്ല കുറെ അങ്ങനെയല്ല. കാലം ഫുൾ പേയ്മെന്റ് കറക്റ്റ് അല്ല പൈസയുടെ ഒന്നുമല്ല. നമ്മളിപ്പോൾ ചെയ്ത എല്ലാ സിനിമകളിലും നമ്മൾ എല്ലാവർക്കും പേയ്മെന്റ് കൊടുത്തിട്ടുണ്ടൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പം ഇതിന് മുന്നേ ചെയ്തു വെച്ച 1 വർഷം മുന്നേ ചെയ്ത സിനിമ മാറ്റി വെച്ചിട്ടാണ് നമ്മളിപ്പോൾ ഇത് റിലീസ് ചെയ്യുന്നത്. അത് റെഡിയായി ഇരിക്കുവാണ് സൗബിന്റെ ഒരു പടം. പക്ഷെ അതുണ്ട് ഇതിന്റെ ഒരു ഓറ എന്ന് പറയുന്ന ഒരു സാധനം നമുക്ക് കാണാൻ പറ്റത്തില്ല, നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത് അനുഭവിക്കാനേ പറ്റുള്ളൂ ഉള്ളിൻ്റെ ഉള്ളിൽ. അതിങ്ങനെ എനിക്ക് തോന്നുന്നു എല്ലാവരും അനുഭവിക്കുന്നുണ്ട്, ഉണ്ടെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ആ ഒരു എനർജി ഇങ്ങനെ കറങ്ങുന്നുണ്ട് ഞങ്ങൾക്കൊക്കെ ചുറ്റിനും. പോസിറ്റീവ് അതെ അതെ അതെ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. പെട്ടെന്ന് ചാടി എഴുന്നിട്ട് അല്ല എന്താന്ന് പറ, എന്താ തിരിച്ചു? അതായത് നമ്മുടെയൊക്കെ ചുറ്റും ഒരു ഓറ കടന്നു കയറുന്നുണ്ട്. ഈ ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്, പക്ഷെ ഈ സിനിമ ചെയ്തപ്പോഴത്തേക്ക് ഏതോ ഒരു ഓറ. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ബാബുചേട്ടാ ഈ ഓറാന്ന് പറഞ്ഞിട്ട് എന്തോ ബാധ കിടന്ന് കറങ്ങുന്നല്ലേ പറയുന്നത്. ലോറയുടെ പ്രേതോ ചങ്കത്ത് കാണിക്കുക, ചെമ്പരത്തി പോവാണ്. ഓക്കെ ബാബു ചേട്ടാ, അതുപോലെ തന്നെ എനിക്ക് പേഴ്സണലി വേറൊരു അഭിപ്രായം, കുട്ടിക്കാലത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, ബാബു ചേട്ടൻ ഹീറോയുടെ സൈഡ്, ഒബ്വിയസ്ലി നമുക്ക് നായകന്മാരായിരിക്കും ഇഷ്ടം, വില്ലന്മാരായിരിക്കും നമുക്ക് പേടിയാണ് വില്ലന്മാരെ, എനിക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അപ്പോൾ ചേട്ടനൊക്കെ നായകന്റെ കൂടെ നിൽക്കുന്ന സമയത്ത് ഭയങ്കര ഞങ്ങൾക്കൊരു കോൺഫിഡൻസ്, അതായത് ഒന്നും നോക്കാനില്ല ബാബു ചേട്ടൻ നോക്കിക്കോളൂ എന്നുള്ള ഒരു മൂഡാണ്. അപ്പൊ ഇതിനകത്തുള്ള ക്യാരക്ടർ എങ്ങനെയാണ്? ഹീറോയുടെ കൂടെ നിൽക്കുന്നതാണോ, വില്ലനായിട്ട് വരുന്നതാണോ, എന്താണ്, സസ്പെൻസ് ആണോ? തിയേറ്ററിൽ വന്നു തന്നെ എന്താന്നറിയ, നായകന്റെ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ആശ്വാസം കാര്യം, അത് ഞാൻ കുറെ വില്ലൻ വേഷങ്ങൾ ചെയ്ത് കുറെ പേരെ പേടിപ്പിച്ചിട്ടുണ്ട്. അതാണ് സംഭവം. ആ സൈക്കോളജി ഒന്ന് വർക്ക് ആവുന്നതാണ്. ഓ നായകന്റെ കൂടെ ആണോ, ഭയങ്കര ഒരു ബ്ലസ്സിംഗ് ആണ്. അങ്ങനെ നമ്മുടെ മനസ്സിൽ ഓർക്കുക, നമ്മളെ പറ്റി ചിന്തിക്കുക, അതൊക്കെ ഒരു ബ്ലസ്സിംഗ്. അതൊക്കെ കൊണ്ടാണ് നിങ്ങളുടെ ഓഡിയൻസിന്റെ ആ ഒരു ഫീലിംഗ് കൊണ്ടാണ് നമ്മളിപ്പോഴും മനസ്സിൽ നിൽക്കുന്നത്. റഹ്മാനാണെങ്കിലും ആ സ്നേഹം അതാണ് നമ്മളൊക്കെ ഇപ്പോഴും നിലനിർത്തുന്നത്. അല്ലാണ്ട് നമുക്കിവിടെ വേറെ ഗോഡ് ഫാദറോ ഫാദർ ഇൻ ലോ ഒന്നും ഇല്ല അല്ലേ? ഇതുപോലെ കുട്ടിക്കാലത്ത് കുറെ പേടിപ്പിച്ചെന്ന് പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ഇപ്പോഴൊക്കെ ആകുമ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ ഭയങ്കര ആക്റ്റീവാണ്, എല്ലാവർക്കും ഓരോരുത്തരുടെ ക്യാരക്ടർ എന്താണെന്നുള്ളതൊക്കെ ഭയങ്കരമായിട്ട് അറിയും. ഇപ്പോൾ ചേട്ടന് തന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, ഞാനാകും 4 ജീൻസോ 3 ജീൻസോ ഭയങ്കര സിമ്പിളാണെന്ന് പറഞ്ഞിട്ടുള്ള സാധനമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ഉള്ളവർക്ക് ബിഗ് സ്ക്രീനിൽ കാണുന്നത് മാത്രമാണ് അവർ വിശ്വസിച്ചായിരുന്നത്. അപ്പോൾ ആ സമയത്ത് ആരെങ്കിലും വന്നിട്ട് ഇതേപോലെ പേടിച്ചിട്ട് പെട്ടെന്ന് മാറിപ്പോവുക, അല്ലെങ്കിൽ ആരെങ്കിലും ചീത്ത പറയുക, അങ്ങനത്തെ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു? അങ്ങനെയാണ്. നമ്മൾ പബ്ലിക്കിൽ ഇറങ്ങുമ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലായിരുന്നു, എല്ലാവർക്കും സ്നേഹമായിരുന്നു. പക്ഷെ സിനിമ കാണുമ്പം ഭയങ്കര ഒരു, പ്രത്യേകിച്ച് പൂവിന് പുതിയ പൂന്തൽ എന്ന സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഒരുപാട് പേർക്ക് പനി പിടിക്കുകയും ഒരുപാട് പേര് രാത്രി കിടന്ന് കരയുകയും. അതുപോലെ കാക്കമുട്ട എന്ന് പറഞ്ഞൊരു പടം ചെയ്തപ്പോൾ മണികണ്ഠൻ എന്ന് പറഞ്ഞൊരു ഡയറക്ടർ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിങ്ങനെ കഥയൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളിപ്പോൾ എന്നെ ഓർക്കാൻ കാര്യം എന്നാന്ന് ചോദിച്ചു. ഞാൻ തമിഴ് അധികം ചെയ്യാനില്ല, ദൂരെയാണ്. என்ன சார் அந்த பூலி பஸ்ல பார்த்து எனக்கு 2 வாரம் ஜுரம் எப்படி மறக்க முடியும்? എങ്ങനെയായിരുന്നു ഈ ഒരു ഒമർലു ഫൺ? അതാണ് സിനിമയുടെ തന്നെ പൊതുവെ ക്യാപ്ഷൻ, അദ്ദേഹത്തിന്റെ സിനിമയുടെ ക്യാപ്ഷൻ. സോ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഹ്യൂമർ ചെയ്ത് ആദ്യമായിട്ട്. അതെ, ഹ്യൂമർ ചെയ്ത് ഞാൻ കൊച്ചിരാജാവിനൊക്കെ സീരിയസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പിന്നീട് ഹ്യൂമറായി മാറി. അതെ, എന്നൊക്കെ അത് ജനങ്ങളായിട്ടുള്ളത് ട്രോളാണത്. ഇപ്പൊ ബയ്യ വയ്ക്കാത്തൊക്കെ വെടികൊണ്ട് മരിക്കുമ്പോൾ ഇങ്ങനെ ചവപ്പട്ടിക്കകത്ത് കിടക്കണം, അതൊക്കെ പിന്നീട് അത് അങ്ങനെ ആയി വന്നതാണ്. പക്ഷെ ഇത് അതുപോലെ തന്നെ സീരിയസ് ആയിട്ട് ഇരിക്കണം, അത് കോമഡി ആയിട്ട് വന്നിട്ടുണ്ടെന്ന് പറയുന്നത് കേട്ടോ. ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ. വിപിൻ ബ്രോന് എനിക്ക് തോന്നുന്നു ഈ ഒരു ലൊക്കേഷനിൽ ഏറ്റവും കൂടുതൽ എന്റർടൈൻമെന്റ് ഉണ്ടാക്കിയിട്ടുള്ളത് ബിപിൻ ബ്രോ ആയിരിക്കും. ഞാൻ വിശ്വസിക്കുന്നു. കാരണം ഞാൻ ഇന്റർവ്യൂസും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എനിക്ക് അറിയാൻ പറ്റും ആ ഒരു ഓറ എന്താന്നുള്ളത് എനിക്ക് അറിയാൻ പറ്റും പുള്ളിയുടെ. ബിപിൻ ബ്രോയ്ക്ക് ഫസ്റ്റ് തന്നെ വരുന്ന സമയത്ത് കുട്ടിക്കാലം തൊട്ടേ കണ്ടുവരുന്നവരാണ് ഇവരൊക്കെ. സോ ബാബുചേട്ടനാണെങ്കിലും റഹ്മാനിക്കാണെങ്കിലും ഒരുപാട് കഥാപാത്രങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ മനസ്സിൽ ഒരു താരപരിവേഷത്തോട് കൂടിയിട്ടുള്ള അവരായിരിക്കും നമ്മുടെ മൈൻഡിൽ ഉണ്ടാവുക. അപ്പോൾ ആദ്യമായിട്ട് ആ സിനിമ സെറ്റിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു ഇതുണ്ടാവൂലേ, പേടി. ബാബുചേട്ടന്റെ ഒരു കാര്യം ഞാൻ നേരത്തെ ബാബുചേട്ടൻ ഇല്ലാത്ത ഇന്റർവ്യൂ പറഞ്ഞു. അതായത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ഇവർ കഥാപാത്രമായിട്ട് ചിന്തിച്ചാൽ മതി എന്നൊക്കെ വെറുതെ കുറെ പേര് പറയും. എവിടെ ഇവരാ സ്റ്റാർ തന്നെയാണ്, നമ്മൾ റെസ്പെക്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ബഹുമാനിച്ചിരുന്ന താരങ്ങൾ തന്നെയാണ് ഇവര്. എന്തൊക്കെ വന്നാലും ഇപ്പൊ ബാബുചേട്ടൻ ഈ പടത്തിൽ ചെറുതായിട്ടൊന്ന് ചെറുതൊന്ന് നിൽക്കുന്ന ഒരു സീനുണ്ട്. അപ്പൊ റിഹേഴ്സലില് ബാബുചേട്ടൻ തിരിഞ്ഞു കേൾക്കാം, ബാബുചേട്ടനോടൊന്നും പറഞ്ഞിട്ടില്ല. റിഹേഴ്സലിൽ ഞാൻ ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ കാണിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ ടേക്കിൽ അത് ചെയ്തില്ല, എനിക്ക് ചെയ്യാൻ തോന്നിയില്ല.
അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഞാൻ അത്ര റെസ്പെക്ട് ചെയ്യുന്ന ആളാണ് കിടക്കുന്നത്. എനിക്കെന്തോ അത് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല സീന്, എന്നാൽ പോലും ആ ബാബുച്ചേട്ടനാണ് കിടക്കുന്നത്. ഈ respect നമ്മുടെ ഉള്ളിൽ ഉള്ളിൽ കിടക്കുന്നത്. ഈ മാർഷൽ ആർട്സ് ഒക്കെ ഭയങ്കര അടിപൊളിയാണ്. എപ്പോഴെങ്കിലും ഇതേപോലെ ക്ലബിന്റെ കേസ് പറഞ്ഞ പഴയ കഥകൾ പോലെ തന്നെ റിയൽ ലൈഫിൽ ഇതിന്റെ യൂസ് എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? 1-2 പ്രാവശ്യം. എന്തായിരുന്നു പറയാൻ പറ്റുന്ന? എതിരാളികൾ ഇപ്പൊ ജീവിച്ചിരിപ്പില്ല. ഒന്നുമില്ല, ഞാൻ പൂനെയിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ ഈ ഗാങ് വാറും കാര്യങ്ങളും ഒക്കെ ബോംബെ അങ്ങനെയുള്ള ഏരിയയിലുണ്ട് അന്നത്തെ കാലത്ത്. ഇപ്പൊ ഒത്തിരി എല്ലാം മാറിപ്പോയി. അപ്പൊ ഞങ്ങളുടെ മാസ്റ്ററും മാർഷൽ ആർട്ട് സ്കൂളും ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള മാർഷൽ ആർട്ട് സ്കൂളും മാസ്റ്റേഴ്സും ഒക്കെ ഒന്ന് ഡൗൺ ആയി. അപ്പം എൻ്റെ മാസ്റ്ററിൻ്റെ ഏറ്റവും നല്ല സ്റ്റുഡൻറ്റ് ഞാനായിരുന്നു. അപ്പോൾ അവർക്കൊരു ഐഡിയ കിട്ടി, എന്നെ അടിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ അപ്പോൾ മാസ്റ്റർ കൊള്ളില്ല എന്നാവുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സെറ്റപ്പ് വന്ന് ഒരു കോളേജിലെ സമയത്ത് 2 പേര് എന്നെ അടിക്കാൻ വന്നു. അപ്പം 2 പേരും ബ്ലാക്ക് ബെൽറ്റ്സ് ആണ്. ടൈക്കണ്ടോ എന്ന് പറഞ്ഞ ആർട്ട്, ഞാൻ MMA ആയിരുന്നു. അടിക്കാൻ വന്നു, ഒരു 3 സെക്കൻഡോട് 2 പേരും താഴെ പോയി. അങ്ങനെ പിന്നെ വേറൊരു സ്ഥലത്ത് ഇതുപോലെ അറ്റാക്ക് ഉണ്ട്, ഒരുപാട് കല്ലെടുത്ത് എറിയുകയും അങ്ങനെയൊക്കെ. പിന്നെ ഒരു 3-4 തവണ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു പ്രാവശ്യം അത്ലറ്റിക്സിന് പ്രാക്ടീസ് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഇത് മാത്രമേ ഉള്ളൂ, സ്കിപ്പ് റോപ്പ് മാത്രമേ ഉണ്ടായിരുന്നു. അപ്പോൾ 3-4 പേര് എന്നെ അറ്റാക്ക് ചെയ്തു. അതും അഡ്ജസ്റ്റ് ചെയ്ത് എല്ലാരും അടിച്ചിട്ടു. എപ്പോഴെങ്കിലും വാങ്ങിയിട്ടുണ്ടോ? അടിച്ചു ഇട്ടിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ട് വളർത്തിയ ആളറിയാൻ വേണ്ടി ഇന്നത്തെ ബാബു ആന്റണിയിലെത്തി. ആ ഗുണ്ടകള് ഇപ്പോഴും പൂനെ തെരുവിലൂടെ ഇദ്ദേഹത്തെ അന്വേഷിച്ച് നടക്കുകയാണ് സുഹൃത്തുക്കളെ. അവിടെ നിന്ന് ഓടിച്ചാടി രക്ഷപ്പെട്ട് ചെന്നൈയിലെത്തി ഭരതേട്ടനെ കണ്ട് എന്നിട്ട് റഹ്മാന്റെ അടി മേടിച്ചു. റഹ്മാന്റെ അടി മേടിച്ചു. അത് കഴിഞ്ഞ് ഫ്ലൈറ്റ് പിടിച്ച് ഹൈദരാബാദ്, ചെന്നൈ, എല്ലായിടത്തും എല്ലാ ഈ സംഭവത്തിന് ശേഷം മുടി വളർത്താൻ തുടങ്ങിയത്. പിന്നെ എഴുന്നേറ്റ് ഫോണിൽ ആരെങ്കിലും ഹിന്ദി സംസാരിച്ച അപ്പം മുടി എടുത്ത് ഇതാണ് വൈബ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്രയും പേര് ഇവിടെ വന്നിരുന്ന സിനിമയുടെ വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം സെറ്റിൽ എത്രത്തോളം രസകരമായിരുന്നു എന്നുള്ളതും അത് എത്രത്തോളം സിനിമയ്ക്കകത്ത് പ്രതിഫലിച്ചിട്ടുണ്ടാവും എന്നുള്ളതും നമുക്കൊക്കെ ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ്. സോ ലെറ്റ്സ് സീ, വെയിറ്റ് ആൻഡ് വാച്ച്. സോ താങ്ക് യു സോ മച്ച്. വലിയൊരു സിനിമയാവട്ടെ, സെപ്റ്റംബർ 13 തിയേറ്ററിൽ എത്തുന്നുണ്ട്. സോ നമ്മുടെ പ്രേക്ഷകരോട് റഹ്മാനിക തന്നെ. സെപ്റ്റംബർ 13 പടത്തിന്റെ റിലീസാണ് ബാഡ് ബോയ്സ്. എല്ലാവരും ഇന്ന് കാണണം. എല്ലാവർക്കും ബാഡ് ബോയ്സിന്റെ വിഷിംഗ് ഓൾ ഹാപ്പി ആവണം. ഗോപുനന്ദിലെ ജിമാർട്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 70% വരെ ഡിസ്കൗണ്ടും നേടൂ. ഗോപുനന്ദിലെ ജിമാർട്ട്, കേരളത്തിൽ എല്ലായിടത്തും. വ്യത്യാസം മനസ്സിലാക്കൂ, നല്ല മാത്രം കഴിക്കൂ. മസ്ലീസ്, ദി ട്രൂ ഐസ്ക്രീം.